إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وأشهد أن لا إله إلا الله وأشهد أن سيدنا محمدا رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فاتقوا عباد الله اتقوا ربكم وتزودوا بالأعمال التي إليه تقربكم وتكون خيرا لكم في الدنيا وسببا لفلاحكم في الآخرة. أعوذ بالله السميع العليم من الشيطان الرجيم. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനുമായ കാരുണ്യവാനായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ആരംഭ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. റമദാൻ എപ്പോൾ തുടങ്ങും, നോമ്പ് എപ്പോഴാണ് ആരംഭിക്കുക, ഇങ്ങനെയുള്ള ആലോചനയും പ്രതീക്ഷയൊക്കെയായി നമ്മൾ കാത്തിരുന്നു. അങ്ങനെ ഇതാ പരിശുദ്ധ റമദാൻ മാസം വന്നെത്തിയിരിക്കുന്നു. എന്നാൽ അത് നമ്മൾ കാത്തു നിന്നതുപോലെ റമദാൻ കാത്തു നിൽക്കുന്നില്ല. അത് കാത്തു നിൽക്കുന്നതോടൊപ്പം പോയി മറയുകയാണ്. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ, വളരെ പുണ്യങ്ങൾ നിറഞ്ഞ അനുഗ്രഹീതമായ രാവുപകലുകൾ, ദിവസങ്ങൾ, നിമിഷങ്ങൾ ഓടിപ്പോകുന്ന പ്രതീതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ എല്ലാ ഖൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറുമ്പോൾ 2-3 പ്രാവശ്യം ആമീൻ ആമീൻ എന്ന് പറഞ്ഞു. ഖുത്ബ കഴിഞ്ഞപ്പോൾ സഹാബികൾ പലരും ചോദിച്ചു, പതിവില്ലാതെ എന്താണ് ഇങ്ങനെ ആമീൻ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥിച്ചു, എന്നോട് പറഞ്ഞു, ഖുൽ ആമീൻ, താങ്കളും ഈ പ്രാർത്ഥനയിൽ ചേരുക. അങ്ങനെ ഞാൻ ആമീൻ പറഞ്ഞതാണ്. 3 പ്രാർത്ഥനകളിൽ ഒന്ന്, റഹിമ അൻഫു റജുലിൻ അദ്റക റമളാന സുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ റമളാൻ മാസം അയാൾക്ക് വന്നു കിട്ടി, എല്ലാ സൗകര്യത്തോടും കൂടി, അങ്ങനെ അത് കഴിഞ്ഞുപോയി. കാത്തു നിൽക്കാതെ രാവു പകലുകൾ പെട്ടെന്ന് അവസാനിച്ചു പോയി. സുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ, തൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അവസരം കിട്ടാതെ, അത് ഉപയോഗപ്പെടുത്താതെ ആ പുണ്യമാസം കടന്നുപോയി. അങ്ങനെ ഒരുത്തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, റമദാൻ മുഴുവൻ വന്നു കിട്ടിയിട്ട് തൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ തുലഞ്ഞത് തന്നെ, അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ശാപപ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ചേർന്ന് ആമീൻ പറയുകയാണ്. ആ പ്രാർത്ഥന എപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് അതിൽ പെട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കണം. പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നന്മകൾ വർദ്ധിക്കാൻ, നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കാൻ, നരകത്തിൻ്റെ വഴികൾ അടിച്ചുപൂട്ടാൻ നോമ്പ് കൊണ്ട്, നമസ്കാരം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, പാരായണം കൊണ്ട് നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യൻ്റെ വളരെ സാധാരണമായ ഒരു സ്വഭാവം, ഞാൻ, എൻ്റേത്, എനിക്ക് എന്നുള്ള തോന്നലാണ്. എൻ്റേതാവണം, എല്ലാം എനിക്കുണ്ടാവണം,
എന്ന പൂതി, ആശ. എന്നാൽ അതിൻ്റെ വസ്തുത എന്താണ്? ഞാൻ എന്ന് അവകാശപ്പെടുന്ന നീ പോലും നിൻ്റേതല്ല. നിൻ്റെ ജന്മവും ജീവിതവും, നിൻ്റെ ജീവിതത്തിൽ നീ ഒരു കൂട്ടിയെ സമ്പാദിച്ചതെല്ലാം, ചെലവഴിച്ചതും ശേഖരിച്ചു വെച്ചതും എന്തൊക്കെയുണ്ടോ എല്ലാം സർവശക്തനായ റഹ്മാനും റഹീമുമായ കാരുണ്യവാനായ റബ്ബ് തമ്പുരാൻ്റെ ഔദാര്യമായി ലഭിച്ചിട്ടുള്ളതാണ്. ഒന്നുമില്ലാതെ കരയാൻ മാത്രം പഠിച്ചുകൊണ്ടാണ് ഈ ഭൂമി ലോകത്തേക്ക് വന്നത്. അപ്പോൾ വസ്തുതകളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ കൂടുതൽ കൂടുതൽ സൃഷ്ടാവായ നാഥനിലേക്ക്, സർവ്വലോകത്തിൻ്റെയും രക്ഷിതാവായ കാവൽക്കാരനായ കാരുണ്യവാനായ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. എല്ലാം അവൻ്റേതാണ്. അതാണല്ലോ എന്തെങ്കിലും ദുഃഖവാർത്തകൾ കേട്ടാൽ, മരണം, ആരെങ്കിലും മരണപ്പെട്ടാലൊക്കെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരാണ്, അവനിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ചില കൽപ്പനകൾ അത് നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടതാണ്. നിസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം, ഹജ്ജ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കൽപ്പനകൾ. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ദാനം ചെയ്യണം, സ്വന്തമായി സമ്പാദിച്ചുണ്ടാക്കിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന്. നിർബന്ധ ദാനമുണ്ട് സക്കാത്ത്. അല്ലാത്ത കൂടുതൽ പുണ്യം പ്രതീക്ഷിച്ച് നിർബന്ധമല്ലെങ്കിലും ചെയ്യാവുന്ന നന്മകളാണ് ദാനധർമ്മങ്ങൾ. ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അള്ളാഹു അറിയിച്ചിരിക്കുന്നു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മാ ഇഫ്തറൽതു അലൈഹി. എൻ്റെ ദാസന്മാർ എന്നിലേക്ക് അടുക്കാൻ ഏറ്റവും പറ്റിയത്, ഏറ്റവും അള്ളാഹുവിൻ്റെ അടുപ്പവും ഇഷ്ടവും നേടാൻ അവൻ നിർബന്ധിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നതാണ്. ബാധ്യതയായി ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ അത് സ്വീകരിക്കുക, അത് നിർവഹിച്ചു തീർക്കുക, കഴിവിൻ പടി അത് നിർവഹിക്കുക. ഇതാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പറ്റിയ മാർഗം. വിശുദ്ധ ഖുർആനിൽ ഒരു കൽപ്പനയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. ജനങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന്, അവരുടെ സ്വത്തിൽ നിന്ന് നീ നിർബന്ധമായി ശേഖരിക്കണം, അവരിൽ നിന്ന് വാങ്ങണം. എന്താണ് അതുകൊണ്ട്? തുതഹിറുഹും വതുസക്കീഹിം, അത് അവരിൽ, അവരുടെ സ്വത്തിൽ നിന്നുണ്ടാകുന്ന ദാനം അവർ മനസ്സറിഞ്ഞ് നൽകുന്ന വിഹിതം, അതുകൊണ്ട് അവരെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ, അവരുടെ സമ്പാദ്യങ്ങളിൽ, വരവ് ചെലവുകളിലെല്ലാം ഉണ്ടാകുന്ന അഴുക്കുകൾ, അഹിതമായ, അർഹിക്കാത്ത എന്തൊക്കെ കടന്നു ചേരുന്നുണ്ടോ, കൂടിക്കലർന്നുണ്ടോ, അതിനെല്ലാം ശുദ്ധി ചെയ്യാൻ സക്കാത്ത് എന്ന ഈ നിർബന്ധ ദാനം, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സംസ്കരിക്കുകയാണ്, ശുദ്ധി ചെയ്തെടുക്കുകയാണ്, അതോടൊപ്പം വളർത്തുകയാണ്, പരിപോഷിപ്പിക്കുകയാണ്. ഈ രണ്ടർത്ഥവുമാണ്. ദാനം നഷ്ടമല്ല, മറിച്ച് അത് ലാഭമാണ്. അത് എല്ലാ ദോഷങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, എല്ലാ അഴുക്കുകളിൽ നിന്നും നമുക്ക് മുക്തി നൽകുന്നു, മോക്ഷം നൽകുന്നു. അതോടൊപ്പം നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ സൗകര്യങ്ങളും വർദ്ധിക്കുവാൻ അതിന് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിൻ്റെ വജ്ഹ്, അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, അവൻ്റെ കൽപ്പന പ്രകാരം, അവനെ അനുസരിച്ചുകൊണ്ട്, അവൻ്റെ പ്രവാചകരുടെ മാതൃകയിലൂടെ അല്ലാഹുവിൻ്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സകാത്ത് നൽകുന്നുവെങ്കിൽ ഫഉലൈക ഹുമുൽ മുൽഇഫൂൻ, അങ്ങനെ നൽകുന്നവരാണ് ഇരട്ടിപ്പിക്കുന്നവർ, കൂടുതൽ ലാഭമുണ്ടാക്കുന്നവർ അവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പം അത് ഉള്ളത് കുറഞ്ഞു പോവുകയാണ്, എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇത് എന്നിട്ട് വെറുതെ കൊടുക്കുക എന്ന രീതിയിലുള്ള തോന്നൽ ഉണ്ടായിക്കൂടാ. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ
ഗൗരവമായി ഉണർത്തുന്നത് വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പിശുക്ക്, സ്വാർത്ഥത, ആർക്കും വിട്ടുകൊടുക്കാത്ത മനസ്ഥിതി, അതിനെ കരുതുന്നവൻ, അതിനെ സൂക്ഷിക്കുന്നവൻ, അതിനെ ഇല്ലായ്മ ചെയ്യുന്നവൻ, ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. അപ്പോൾ മനസ്സിൽ തോന്നുന്ന സ്വാർത്ഥത, പിശുക്ക്, അത് വളരെ അപകടങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. ആ സ്വാർത്ഥതയാണ് മറ്റൊരുപാട് തെറ്റുകളിലേക്ക്, മറ്റൊരുപാട് അതിരുവിട്ട പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് മനുഷ്യനെ. ഈ സ്വാർത്ഥതയാണ്. അതുകൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രാർത്ഥന, കഅബ തവാഫ് ചെയ്യുമ്പോൾ, ഉംറ ചെയ്യുമ്പോഴും തവാഫ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അദ്ദേഹം ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഖിനി ശുഹ നഫ്സി, അല്ലാഹുവേ എൻ്റെ മനസ്സിൻ്റെ സ്വാർത്ഥതയിൽ നിന്നും നീ എന്നെ കാക്കണമേ, പിശുക്ക് എന്നിലുണ്ടാവരുതേ. അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പ്രസിദ്ധമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന്. അപ്പോൾ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇത് കാഴ്ചപ്പാട് എൻ്റേത് എന്ന് നമ്മൾ കാണുന്ന കരുതുന്നതല്ല. അള്ളാഹു അനുവദിച്ചതും അവൻ സ്വാതന്ത്ര്യവും സൗകര്യവും എല്ലാം നൽകിയും നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ളതെല്ലാം അതിൻ്റെ യഥാർത്ഥ അവകാശി സർവശക്തനായ നാഥനാണ് എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് അവൻ്റെ കൽപ്പന പ്രകാരം മറ്റുള്ളവർക്ക്, ഇല്ലാത്തവർക്ക്, ആവശ്യക്കാർക്ക്, നമ്മളെ തേടി വരാത്ത ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കും, ചോദിക്കാൻ അറിയാതെ, ഭാഷ അറിയില്ല, യാത്ര ചെയ്യാൻ വയ്യ, ഒന്നും അറിയില്ല, കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നവർ എത്രയോ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ കണ്ടറിഞ്ഞു കൊടുക്കാനും ബാധ്യസ്ഥരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സത്യം ചെയ്തു പറയുകയാണ്, സലാസത്തുൻ ഉഖ്സിമു അലൈഹിന്ന വഉഹദ്ദിസുകും ഹദീസൻ ഫഹ്ഫളൂ. ഞാൻ സത്യം ചെയ്തു പറയുകയാണ് 3 കാര്യങ്ങൾ, നിങ്ങളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം, അത് ഓർത്തു വെക്കണം, നിങ്ങളത് മനഃപ്പാടമാക്കണം. അതിലൊന്നെന്താണ്? മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖത്തിൻ. ഒരു മനുഷ്യൻ്റെയും ദാനം, ആ ദാനം കൊണ്ട് അവൻ്റെ സമ്പാദ്യം കുറഞ്ഞു പോകുന്നില്ല. അതാണ് സക്കാത്ത് എന്ന വാക്കിൻ്റെ കൗതുകമുള്ള ആശയം. അത് വളർച്ചയാണ്, അതോടൊപ്പം ശുദ്ധീകരണവുമാണ്, സംസ്കരണവുമാണ്. ഒരിക്കലും ദാനം ഒരു ധനത്തെയും കുറച്ചിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല എന്ന്. മനുഷ്യരുടെ കർമ്മഫലങ്ങൾ വിലയിരുത്തുന്ന വിചാരണയുടെ അവസരത്തിൽ യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ, എല്ലാം ഹാജരാക്കപ്പെടുന്ന, കാണിക്കപ്പെടുന്ന, അങ്ങനെ സ്വയം ഏറ്റുപറയുകയും സമ്മതിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ വിചാരണയുടെ മുന്നിൽ. അവിടെ മനുഷ്യൻ നൽകിയ ദാനം, നീ ഒരു ചെറിയ ഈത്തപ്പഴമാണ് മറ്റൊരാൾക്ക് ദാനം നൽകുന്നതെങ്കിൽ പോലും, വളരെ നിസ്സാരമായൊരു സംഗതിയാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു തആല അത് തയ്യിബാണെങ്കിൽ, ശുദ്ധമായതാണ് എങ്കിൽ, എത്ര ചെറുതാണെങ്കിലും നിന്റെ ശുദ്ധ മനസ്സോടുകൂടി ആ കലർപ്പില്ലാത്ത ശുദ്ധമായ ആ വിഹിതം എത്ര ചെറുതാണെങ്കിലും നൽകുമ്പോൾ അള്ളാഹു 2 കൈകളും നീട്ടി അതിനെ സ്വീകരിക്കും. ഒട്ടകത്തിൻ്റെ കുഞ്ഞിനെ നിങ്ങൾ വളർത്തി വലുതാക്കുന്നത് പോലെ അള്ളാഹു അതിനെ താലോലിച്ച് പരിപാലിച്ച് വളർത്തി എത്രയോ വലുതാക്കി പരലോകത്ത് നിങ്ങൾക്ക് തിരിച്ചു നൽകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അങ്ങനെ ദാനധർമ്മത്തിൻ്റെ വിഷയം, അതിൽ നിർബന്ധമായി ചെയ്യേണ്ടുന്ന സക്കാത്തിൻ്റെ കാര്യമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ലാഭകരമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ വന്നു. വീട്ടിൽ അന്നൊരു ആടിനെ അറുത്തിരുന്നു, കറിയൊക്കെ ഉണ്ടാക്കി. അപ്പം ആയിഷ ബീവിയോട് ചോദിച്ചു, മാ ബക്കിയ മിൻഹ, എന്താ ബാക്കിയുള്ളത്? ആടിനറുത്ത് കറിയൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, മാ ബക്കിയ മിൻഹ ഇല്ല കത്ഫുഹ, ആ തോളിൻ്റെ ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ പൊന്നാര പ്രവാചകരെ, ബാക്കിയുള്ളതൊക്കെ കൊടുത്തു തീർത്തു. കത്ഫല്ലാത്തതെല്ലാം തോളിൻ്റെ ഭാഗം കൊടുത്തു തീർത്തു, ബാക്കിയുള്ളതൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖിയ കുല്ലുഹാ ഗൈറ കത്ഫിഹ, അങ്ങനെയല്ല കാര്യം.
കൊടുത്തു തീർത്തതൊക്കെ ബാക്കിയായി. അതല്ല അള്ളാഹുവിൻ്റെ അടുത്ത് വരവ് വന്നു. ഇല്ലാ കത്തുഹുവ, കൊടുക്കാതെ വീട്ടിൽ ബാക്കി വെച്ച തോൾഭാഗത്തെ ഇറച്ചിയും ഭാഗങ്ങളും ഉണ്ടല്ലോ, അതാണ് പോയത്. ബാക്കിയുള്ളതൊക്കെ ബാക്കിയാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതാണ് ബാക്കി ഉണ്ടാവുക. തനിക്ക് വേണ്ടി ഒരു കൂട്ടി പിശുക്കി കൂട്ടിവെക്കുന്നതല്ല ബാക്കി ഉണ്ടാവുക എന്ന് ചുരുക്കം. ദാനത്തിൻ്റെ ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ റമദാൻ മാസത്തിൽ മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മലക്കുകൾ ദിവസേനയുള്ള പ്രാർത്ഥനയുടെ ഒരു സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നേരം പുലർന്നാൽ 2 മലക്കുകൾ, ഒരു മലക്കിന്റെ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഅ്തി മുംഫികൻ ഖലഫൻ, അല്ലാഹുവേ ചെലവട് അഴിക്കുന്നവന്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നവന് പിന്നെയും നീ നൽകണമേ. മലക്ക് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം മലക്കുകളുടെ പ്രാർത്ഥന, മുഖറബുകളായ മലക്കുകൾ, അവരുടെ പ്രാർത്ഥന തടസ്സമില്ലാതെ താമസമില്ലാതെ അള്ളാഹുവിലെത്തുന്ന സ്വീകരിക്കുന്നതാണ്. അതേസമയം മറ്റൊരു മലക്കിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫൻ, അള്ളാഹുവെ പിടിച്ചു വെക്കുന്ന പിശുക്കൻ, ആർക്കും കൊടുക്കാതെ സ്വന്തമാക്കി വെക്കുന്നവൻ, അവനിനി തലഫ്, അവനെല്ലാത്തിൻ്റെയും നാശം നീ നൽകണമേ. അവരൊന്നും ഉപകരിക്കാത്ത രീതിയിലാവേണമേ, കൊടുക്കുന്നവരുടെ എല്ലാം ബാക്കിയാവേണമേ എന്ന മലക്കുകളുടെ പ്രാർത്ഥന. നിർബന്ധമായ സക്കാത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ ഉണ്ടായിക്കൂടാ. അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിന് സമയം നിശ്ചയിച്ചതുപോലെ, മറ്റുള്ളതിനൊക്കെ എണ്ണം കണക്കാക്കിയതുപോലെ സക്കാത്ത് നിർബന്ധിക്കുക മാത്രമല്ല, അതിൻ്റെ എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത്, അത് കൊടുത്തു വീട്ടേണ്ടത്, അതിൻ്റെ ബാധ്യതകളെക്കുറിച്ചും അളവിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ആണ് ആ വർഷക്കാലം മുഴുവൻ തൻ്റെ കൈവശമുള്ള മുതലിൻ്റെ കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിന്ന് തുടങ്ങിയുള്ള അതിൻ്റെ കണക്കനുസരിച്ച്, അതിൻ്റെ തോതനുസരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് സക്കാത്തിന്റെ നിർബന്ധമായ അവസ്ഥയിലേക്ക് എത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ മാതൃക ചെയ്തു കാണിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ എത്രയാണ് 85 ഗ്രാം സ്വർണം അഥവാ 10.5 പവൻ സ്വർണം കൈവശമുണ്ടെങ്കിൽ, അതിന് അതുല്യമായ മുതൽ കൈവശമുണ്ടെങ്കിൽ, ഒരു വർഷം മുഴുവൻ അത്രത്തോളം കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ 2.5% പാവങ്ങൾക്ക് കൊടുക്കണമെന്ന്. അത് ആർക്കൊക്കെയാണ് അതിൻ്റെ അർഹരായ ആളുകൾ, അവകാശികൾ? വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഏകദേശം 30,000 ദിർഹം നമുക്ക് കണക്ക് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ ഒരു 6,90,000 ഉറുപ്പിക ഒരു വർഷക്കാലം ചെലവെല്ലാം കഴിച്ചിട്ട് നമ്മുടെ ആസ്തിയായി, ശേഷിപ്പായി കയ്യിലുണ്ടെങ്കിൽ, മറ്റെവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ, അത് സ്വർണമായിട്ടാവണ്ട, പണമായിട്ടാവണ്ട, എങ്ങനെയാണെങ്കിലും ആ വില മതിക്കുന്നതുണ്ടെങ്കിൽ അതിൻ്റെ 2.5% മാത്രമാണ്. 97% നിങ്ങൾക്കുള്ളതാണ്. ഇതാണ് നിർബന്ധമായ സക്കാത്തിൻ്റെ വിഹിതം. ഇതുപോലും പക്ഷേ അത് പണക്കാർക്കുള്ളതാണ്, നമുക്ക് ബാധകമല്ല എന്ന രീതിയിൽ നിസ്സാരമായ സമീപനമാണ് പലപ്പോഴും. നോമ്പ് നിസ്കാരമൊക്കെ ഉണ്ടെങ്കിലും, അതുപോലെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ നോമ്പ് നമസ്കാരമൊക്കെ പോലെ നിർബന്ധിച്ചിട്ടുള്ള സക്കാത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധയാണ്, വീഴ്ച വരുത്തുന്ന അവസ്ഥയാണ്. 58 തവണ സക്കാത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമസ്കാരത്തോടൊപ്പം, നമസ്കാരത്തിൻ്റെ കൂടെ വഅഖീമുസ്സലാത്ത വഅത്തുസ്സകാത്ത എന്ന് 27 പ്രാവശ്യം ആവർത്തിച്ചു കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നിസ്സാരമാണ്, നമസ്കാരം പോലെയൊന്നും അത്ര ബാധകമല്ല എന്ന് അതിനെക്കുറിച്ച് വിചാരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ അതിൻ്റെ ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി മനസ്സിലാക്കുവാൻ, പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ, അത് ജീവിതത്തിൽ കഴിവിൻപടി നിവർത്തിക്കുവാൻ, നിർവഹിക്കുവാൻ, അതിൻ്റെ ബാധ്യതകളിൽ നിന്ന് മുക്തരാവാൻ അതിന് മതിയായ ഈമാനും ഇൽമും തൗഫീഖും എല്ലാം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسوله الأمين والعاقبة للمتقين عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ, നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരുവാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വചനം, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, നീ നല്ല നിലപാട് സ്വീകരിക്കുകയും നന്മ പ്രവർത്തിക്കുകയും വേണം. മറ്റുള്ളവരോട് സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടപാടുകളിലുമൊക്കെ നന്മയുണ്ടാവണം. കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു നിന്നോട് എന്തുമാത്രം മാന്യമായാണ്, എന്തുമാത്രം ഉദാരമായാണ്, എന്തുമാത്രം നല്ല മട്ടത്തിലാണ് നിന്നെ കണ്ടത്, നിന്നെ പരിഗണിച്ചത്, എന്തൊക്കെയാണ് വാരിക്കോരി എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നിനക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള നന്മ, ഇതുപോലെ മറ്റുള്ളവരോട് നീയും നന്മ കാണിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നമുക്കറിയാലോ, ഉത്തമ സമൂഹം, ഖൈറ ഉമ്മത്ത് എന്ന് നമ്മൾ ഏറ്റുപറയുകയും അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ ആരാണ് ഖൈറ ഉമ്മത്ത്? അല്ലദീ ഉഖ്രിജ ലിന്നാസ്, മറ്റുള്ളവർക്ക് വേണ്ടി നിയുക്തരായ, മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്നവർ, അവരാണ് യഥാർത്ഥ മുസ്ലിം, അവരാണ് ഉത്തമ വിശ്വാസി, ഖൈറ ഉമ്മത്തിൻ്റെ അംഗം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, വിഷയങ്ങൾ, പ്രയാസങ്ങൾ കാണുകയും പരിഹരിക്കുകയും ചെയ്യുന്നിടത്ത് സാമ്പത്തികമായ രംഗം പ്രത്യേകം കടന്നു വരികയാണ്. സക്കാത്ത് നിർബന്ധമാക്കിയത് അത് പണക്കാരിൽ നിന്ന് ശേഖരിക്കുകയും പാവങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന, അത് സക്കാത്തുൽ ഫിത്ർ പോലെയുള്ളതാണെങ്കിലും മറ്റ് പണത്തിൻ്റെ സക്കാത്താണെങ്കിലും എല്ലാം ഇല്ലാത്ത കഷ്ടപ്പെടുന്ന പാവങ്ങളെ പരിഗണിക്കുക, അവർക്ക് പരിഹാരം കാണുക എന്നതാണ് അതിൻ്റെ ഏറ്റവും സൽഫലമായി അതിൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ആളുകൾ അതിൽ നിന്ന് പിന്മാറുകയും അതിൽ വീഴ്ച വരുത്തുകയും ചെയ്യുമ്പോഴാണ് അരുതാത്ത ദുരിതങ്ങൾ ഒരുപാട് ലോകത്ത് നടമാടുന്നത്. അതുകൊണ്ട് ഈ ബാധ്യതയുടെ വിഷയത്തിലേക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. സൂറത്തുൽ മുനാഫിഖൂൻ അത് അവസാനിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന, ഓതുന്ന വചനം, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, നിങ്ങൾ ചെലവഴിക്കണം, കൊടുക്കണം, നിങ്ങളുടേതല്ല, മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുക. വല്ല ഗൗരവമുള്ള പ്രയോഗമാണത്. എൻ്റേത് എന്നുള്ള ആ പ്രയോഗമല്ല, മറിച്ച് സൃഷ്ടാവ് പരീക്ഷണമായി, അമാനത്തായി, സൂക്ഷിപ്പ് മുതലായി അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചതാണ്, നാളെ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതായിരിക്കും. അൽമാലുൽ സായിൽ, നീങ്ങിപ്പോകുന്ന ഒരു തണലാണ്, ഒരു തൽക്കാല ആശ്വാസമാണ് എന്നാണ് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം നൽകിയതിൽ നിന്ന്, മിമ്മാ റസഖ്നാകും, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, ചെലവഴിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം വന്ന് പിടികൂടുന്നതിന്. ഫയഖൂല, അന്നേരം നിങ്ങൾ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചവന് ഒരു ലേശവും കൂടി സമയം നീട്ടി തന്നെങ്കിൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹിൻ, അങ്ങനെ എന്നിട്ട് ഞാൻ നിസ്കരിച്ചു വരാം, നോമ്പ് വിട്ട് വരാന്നല്ല, ഫഅസ്സദ്ദഖ, ഞാൻ ദാനം ചെയ്യാം, ഒരു ലേശം സമയം എനിക്ക് നീട്ടിത്തരും. ഇങ്ങനെ വിലാപം, മരണനേരത്ത് പറയുന്ന ആ സങ്കടം, ആ അനുഭവത്തെ മുന്നറിയിപ്പായി പറഞ്ഞുകൊണ്ട് നമ്മളോട് കൽപ്പിക്കുകയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്. അതുകൊണ്ട് ഈ ബാധ്യതയുടെ വിഷയത്തിൽ കുറ്റക്കാരാവാതെ നോക്കണം. അതിൽ വീഴ്ച വരുത്തുന്നത്, മറ്റുള്ളവരുടെ അവകാശങ്ങളിലൂടെ വീഴ്ച വരുത്തുന്നതാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം, അമാനത്ത്, ബാധ്യത. അതിൽ വീഴ്ച വരുത്തുന്ന കാര്യം കൂടിയാണ്. ഒരു നമസ്കാരം പോലെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും നിന്നിൽ മാത്രമല്ല, മറ്റൊരുപാട് ആളുകളിലേക്ക് നന്മകളായി, പരിഹാരമായി, നേട്ടങ്ങളായി എത്തുന്ന ആ പുണ്യകർമ്മം, അത് വളരെ പ്രാധാന്യത്തോടുകൂടി കാണണം. അനേകം ആളുകളുടെ പ്രാർത്ഥനയും അനേകം സൽഫലങ്ങൾ അതിലൂടെ ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യുന്ന ഒരു പുണ്യകർമ്മമായി സക്കാത്ത്, നിന്നിൽ നിന്നും ഉണ്ടാകുന്ന സക്കാത്തിൻ്റെ വിഹിതം ആ രീതിയിൽ ഉപകാരപ്പെടും. അങ്ങനെയാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ സംവിധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ മനസ്സിലാക്കുവാനും അതിൻ്റെ അനുഷ്ഠാനങ്ങളെ യഥോചിതം നിർവഹിക്കുവാനും, അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ കുറ്റക്കാരല്ലാത്ത,
കർമ്മങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുള്ള അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ ഈ രാവുപകലുകൾ അങ്ങേയറ്റത്തെ അനർഘമായ, ഒരിക്കലും തിരിച്ചു കിട്ടാൻ ഇടയില്ലാത്ത ഈ അസുലഭമായ അവസരം, അതിലെ ഓരോ നിമിഷങ്ങളും മത്സര ബുദ്ധിയോടുകൂടി ഞാൻ മുന്നിൽ എന്നുള്ള ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് വരണം. നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും പഠനത്തിലും ഒക്കെ അതിൽ ഒരു രീതിയിലും സമയം നഷ്ടപ്പെടുത്താതെ ഈ പുണ്യമാസത്തിൻ്റെ അവസരം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും റഹ്മാനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറവുകളും പിഴവുകളും റഹ്മാനായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار. اللهم وفق رئيس الدولة ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين وادخلهم بفضلك فسيح جناتك يا رب العالمين، واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم آبائنا وأمهاتنا وأقاربنا وأرحامنا ومدرسينا ومعلمينا وكل من له حق علينا يا رب العالمين برحمتك يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.